ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവൻ പ്രത്യക്ഷനായി. സെക്രിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, ഭാവിക്കുമോ. ദൈവസന്നിധിയിൽ ധൂപമർപ്പിക്കുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പുരോഹിതൻ, ജനങ്ങളുടെയും ദൈവത്തിനും ഇടയിൽ ഒരു മധ്യവർത്തിയായി നിൽക്കുന്ന ദൈവത്തിൻ്റെ പുരോഹിതൻ. അങ്ങനെയുള്ള ഒരു പുരോഹിതനായ സെക്രിയാവിനാണ് ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ മാലാഖ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ കാണുന്നത്. എത്ര വലിയൊരു മഹാഭാഗ്യമാണല്ലേ ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് സ്തുതികൾ കരയേറ്റുന്ന, ദൈവത്തിന് ധൂപമർപ്പിക്കുന്ന ഏതൊരു പുരോഹിതനും കൊതിക്കുന്ന ഒരു വലിയ സംഭവം, ദൈവദൂതൻ തനിക്ക് പ്രത്യക്ഷപ്പെടുക എന്നുള്ള ഒരു സംഗതി. ഒരു ആചാര്യനെ സംബന്ധിച്ചിടത്തോളം ആ ആചാര്യൻ്റെ ശുശ്രൂഷ, ആ ആചാര്യൻ്റെ പ്രാർത്ഥന, തൻ്റെ യാചന അത് ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടോ? താൻ ദൈവസന്നിധിയിൽ വിലപ്പെട്ടവനാണോ? ദൈവം എൻ്റെ ധൂപാർപ്പണം, എൻ്റെ വിശുദ്ധ ബലികൾ കൈക്കൊള്ളുന്നുണ്ടോ? ഇങ്ങനെ ഒരു വൈദികൻ്റെ ജീവിതത്തിലെ മനോഹരങ്ങളായ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് സക്രിയ പ്രവാചകന് കിട്ടുന്നത്. ദൈവം അവൻ്റെ ദൂതനെ ആ ബലഹീനനായ അവൃദ്ധനായ പുരോഹിതൻ്റെ സന്നിധിയിലേക്ക് അയക്കുകയാണ്. ദൈവം പുരോഹിതനിലൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന വലിയ ഒരു അനുഭവം നമുക്കറിയാം. പഴയ നിയമ പൗരോഹിത്യത്തിന് അന്ത്യം കുറിക്കുന്ന, ഒരിക്കലായി സ്വയം ബലിയായി തീർന്ന യേശുവിൻ്റെ നിത്യ പൗരോഹിത്യം. ആ പൗരോഹിത്യം അവനത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളോടൊത്ത് ജീവിക്കുന്ന ഓരോ പുരോഹിതനും അവൻ കൈമാറി കൊടുത്തിരിക്കുന്നു. അവനെ ഇന്ന് കൈകളിൽ ആഘോഷിക്കുന്ന നമ്മുടെ ഓരോ പുരോഹിതരും അവരിന്ന് ദൈവത്തിൻ്റെ ജനത്തിനായി 2 കർത്തവ്യങ്ങൾ മുടങ്ങാതെ നിറവേറ്റുകയാണ്. ഒന്ന്, അവൻ്റെ വിശുദ്ധ ബലി അവർ അവരുടെ കൈകളിൽ ആഘോഷിക്കുന്നു. 2, വചന ശുശ്രൂഷ അവർ നമുക്കായി നടത്തുന്നു. നമ്മുടെ ഓരോ പുരോഹിതനും ദൈവത്തിനോടൊപ്പം, ക്രിസ്തുവിനോടൊപ്പം അവൻ്റെ കുരിശ് ചുമക്കുകയും അവൻ്റെ പാനപാത്രം കുടിക്കുകയും ലോകമെങ്ങും മരണം വരെ സുവിശേഷം അറിയിക്കുകയും അങ്ങനെ ദൈവജനത്തെ സേവിക്കുന്ന ഓരോ ക്രൈസ്തവ പുരോഹിതനും അവർ ദൈവസന്നിധിയിൽ പാപികളായ പശ്ചാത്താപിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും പാപങ്ങൾ കുമ്പസാരം എന്ന വിശുദ്ധ കൂദാശയിലൂടെ നമുക്കായി ദൈവസന്നിധിയിൽ മാപ്പാക്കി തരുന്നവനാണ് ഓരോ നമ്മുടെ പുരോഹിതരും. അങ്ങനെയുള്ള നമ്മുടെ ഓരോ പുരോഹിതരും ദൈവത്തെയും ദൈവദൂതന്മാരെയും മുഖാമുഖം ദർശിക്കുകയും അവർ മുഖാന്തരം നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് കൂടുതൽ നടന്ന് അടുക്കുവാനും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്കറിയാം, ഓരോ വിശുദ്ധ ബലികളിലും ഓരോ പുരോഹിതനും നമ്മൾ ഓരോരുത്തരെയും നിങ്ങൾ സന്തോഷിച്ചും ആനന്ദിച്ചും കൊണ്ട് സമാധാനത്തോടെ പോകുവിൻ എന്ന് നമ്മളെ ഓരോരുത്തരെയും കർത്തൃ സന്നിധിയിൽ നിന്ന് പറഞ്ഞയക്കുന്ന, സ്വയം ഞാൻ ബലഹീനനും പാപിയും ദാസനുമാണ് എന്ന് അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ ഓരോ പുരോഹിതന്മാർക്കു വേണ്ടിയും ദൈവത്തിൻ്റെ അളവറ്റ കരുണയും ദൈവത്തിൻ്റെ അളവറ്റ സഹായവും ദൈവ ദർശനവും അവർ ഓരോരുത്തരും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും കൂട്ടായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.